തിരുവനന്തപുരം വർക്കലയിൽ ലോഡ്ജിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാലരാമപുരം സ്വദേശി വിമൽ കുമാറാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം വരും. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, എങ്ങനെയാണ് മരണം സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സൂചനകളുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ 1 മാസം മുമ്പ് തിരുവനന്തപുരം മംഗലപുരത്ത് വെച്ച് KSRTC ബസ്സിൽ ഒരു യുവ അഭിഭാഷകയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായിരുന്നു. അന്ന് ഈ അതിക്രമം നടത്തിയ ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിത്രമടക്കമൊക്കെ പുറത്തു വന്നിരുന്നു. അതിലെ പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് പ്രതിയെന്ന് സംശയിച്ചിരുന്ന ആളെ ഇന്ന് ഈ വർക്കലയിലുള്ളൊരു ലോഡ്ജിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് ബാലരാമപുരം സ്വദേശിയായിട്ടുള്ള 38 വയസ്സുള്ള വിമൽകുമാറാണ്. വിമൽകുമാർ തന്നെയാണ് അന്ന് KSRTC ബസ്സിൽ അഭിഭാഷകക്കെതിരെ അതിക്രമം നടത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിക്കായിട്ടുള്ള അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോഡ്ജിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 28-നാണ് ഈ ലോഡ്ജിൽ വിമൽകുമാർ മുറിയെടുക്കുന്നത്. ഇന്ന് രാവിലെ പുറത്തേക്ക് പോകുന്ന തിരിച്ചു വരുന്നുവെന്നും തന്നെ ജീവനക്കാർ കണ്ടില്ല. തുടർന്ന് വാതിൽ തട്ടിയപ്പോഴും തുറന്നില്ല. ചവിട്ടി തുറന്ന് നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ വർക്കല പോലീസ് ഇൻക്വസ്റ്റ് നടപടി അടക്കം പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ അഭിഭാഷകയെ അതിക്രമിച്ച കേസിലെ പ്രതിയാണ് വിമൽകുമാർ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അന്ന് മംഗലാപുരം പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഈ വിമൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.